ടോബിക്ക് തുടരാം. ഇപ്പോൾ അവിടെ ഇതൊരു ഒഴിഞ്ഞ കെട്ടിടമാണ് എന്ന മട്ടിൽ ഇതിനെ ആരോഗ്യമന്ത്രിയും ഒക്കെ നിസ്സാരവൽക്കരിച്ചിരുന്നു. അപ്പോൾ ഇത് ഒരു അടച്ചിട്ട കെട്ടിടമാണ്, അതാണ് തകർന്നു വീണത്, നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു എന്നൊക്കെ ആരോഗ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അതിൽ ആളുകൾ ഉണ്ടായിരുന്നു. അതാണല്ലോ ഇപ്പോൾ ഒരാൾ അതിൽ കുടുങ്ങിയും അവരെ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വാദങ്ങൾ പൊളിയുന്നുണ്ട്. ഈ പുറത്തെടുത്ത ആളുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ടോബി? ആരാണ് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ആരും തന്നെ അതിനെക്കുറിച്ചൊരു പറയുന്നില്ല. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ തലയോലപ്പറമ്പ് സ്വദേശിയെ കാണുന്നില്ല എന്നുള്ളൊരു വിവരം ലഭിച്ചിരുന്നു. അവർ തന്നെയാണോ എന്നിനി അറിയേണ്ടിയിരിക്കുന്നു. ആരാണ്, അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഈ സംഭവം നടന്ന് ഇവിടെ ഓടിയെത്തുമ്പോൾ ആ പ്രദേശത്ത്, ആ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തായിട്ടാണ് നിന്നത്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചു, അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ അന്വേഷിച്ചിരുന്നു, ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ. 2 പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതുവരെ അവിടെ നിന്നവരും രക്ഷാപ്രവർത്തനം നടത്തിയവരുമൊക്കെ പറഞ്ഞത്. അവരെ 2 പേരെയും, ഒന്ന് ഒരു അമൽ എന്ന് പറയുന്ന വ്യക്തിയാണ്, കാഷ്വാലിറ്റി ജീവനക്കാരനാണ്, സ്ട്രെച്ചർ വന്നിടിച്ച് ആ സംഭവം നടന്ന സമയത്ത് സ്ട്രെച്ചർ വന്നിടിച്ച് പരിക്കേറ്റു എന്നാണ് പറഞ്ഞത്. 2 ഒരു അലീന ത്രേസ്യാമ എന്ന് പറയുന്ന ഒരു രോഗിക്കൊപ്പം കൂട്ടിരിപ്പിന് വന്ന ഒരു അലീന എന്ന് പറയുന്ന 11 വയസ്സുകാരി പെൺകുട്ടി, അവർക്കും പരിക്കേറ്റു എന്നാണ് അറിഞ്ഞത്. എന്നാൽ ഇങ്ങനെ ഒരു മിസ്സിംഗ് അത് അല്പനേരം കഴിഞ്ഞാണ്, അതായത് ഏകദേശം 1 മണിക്കൂർ അടുക്കുമ്പോഴാണ് ഇങ്ങനൊരു മിസ്സിംഗ് നടന്നിട്ടുണ്ട് എന്നൊരു സംശയം പുറത്തു വന്നത്. ആ സംശയം വന്നപ്പോൾ തന്നെ പരിശോധനകൾ ആരംഭിച്ചിരുന്നു. പക്ഷേ തിരിച്ചടിയായത് മറ്റൊന്നാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് ഈ കാണുന്ന JCBകളോ ഈ സാധനങ്ങളും സാമഗ്രികളെല്ലാം തന്നെ കൊണ്ടുവരാനുള്ളൊരു ബുദ്ധിമുട്ട്, ഒരു വഴി കൃത്യമായിട്ട്, ഒരു അപകടം നടന്നാൽ ഒരു ഫയർഫോഴ്സിൻ്റെ വാഹനം എത്തുന്നതിനുള്ളൊരു വഴി പോലും ഇവിടെയില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കെട്ടിപ്പൊക്കിയ കുറേ കെട്ടിടങ്ങൾ ഇങ്ങനെ കെട്ടി വളച്ചിരിക്കുകയാണ്. 4 ചുറ്റും കെട്ടിടം പണിത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ആളുകൾക്ക് സ്ട്രക്ചറുകൾ മാത്രം കയറിപ്പോകാനുള്ളൊരു വഴി, അങ്ങനെ ഈ JCB അകത്തേക്ക് കയറ്റുന്നതിന് പോലും ആ ഗേറ്റ് മുറിച്ച് പൊളിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നു. അത് രക്ഷാപ്രവർത്തനത്തെ വൈകിപ്പിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ആ ആരോഗ്യസ്ഥിതി, ആരാണ് അതിനടിയിൽപ്പെട്ടത് എന്നുള്ള വിവരങ്ങളൊക്കെ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും. എന്തായാലും ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുമെന്ന് നമ്മൾ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. 2 പേർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ വലിയ ആശ്വാസം തോന്നിയ നിമിഷങ്ങളായിരുന്നു. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇങ്ങനൊരു വലിയ സംഭവം ഉണ്ടായിട്ട് അതിൽ 2 പേർക്ക് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു, വേറെ ആർക്കും ഈ ഒരു ആശുപത്രിയിൽ ഒരു കുഴപ്പവും സംഭവിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് ആശ്വസിച്ചതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരാൾ അതിനിടയിൽ കുടുങ്ങിപ്പോയിരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ദുഃഖം നമുക്ക് ജനിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ വ്യക്തിയുടെ ആരോഗ്യ നില സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും. ബാത്റൂമാണ്, കുളിക്കുന്നതിനോ വേണ്ടിയോ മറ്റോ അവിടേക്ക് എത്തിയ ഒരു സ്ത്രീയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരാണ് ആ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ അതിനടിയിൽ കുടുങ്ങിപ്പോയത്. എന്തായാലും ഈ JCB കൊണ്ടുവന്ന് മണ്ണ് ആദ്യത്തെ കുറച്ച് ഭാഗം മാറ്റിയപ്പോൾ തന്നെ അവരെ കണ്ടെത്താൻ സാധിച്ചു. ഉടൻ തന്നെ സ്ട്രെച്ചർ കൊണ്ടുവന്ന് അവരെ കാഷ്വാലിറ്റിയിലേക്ക് അടിയന്തരമായിട്ട് മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവരുടെ ആരോഗ്യനില ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും. വിജയകുമാർ. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകുന്നത്. ഈ അപകടമുണ്ടായ കെട്ടിടത്തിന് സമീപമുള്ള മറ്റു ചില കെട്ടിടങ്ങളും അപകടാവസ്ഥയിലാണ് എന്നൊക്കെയുള്ള പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത്രയും സമയം ആ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ആളെ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് പുറത്തെടുത്തത്. അതാരാണ്, അവരുടെ ആരോഗ്യനില എന്ത് എന്നത് സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരു പക്ഷേ അല്പസമയത്തിനകം അതിൻ്റെ വിശദാംശങ്ങൾ ലഭിച്ചേക്കും. നേരത്തെ ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരാളെ കാണാനില്ല എന്ന് ചില പരാതികളുണ്ട്, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴിനിയും ആ ആൾ തന്നെയാണോ ഇതിനിടയിൽ പെട്ടത് എന്നതിൽ ഉറപ്പില്ല, അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ജനപ്രതിനിധികളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു JCB അവിടെ എത്തിച്ച് പരിശോധന നടത്താൻ ഇത്രയും സമയം അതിന് വേണ്ടി വന്നു എന്നത് ഗുരുതരമായ വീഴ്ചയാണെന്ന് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന നടത്താൻ വലിയ കാലതാമസമുണ്ടായി. ഈ JCB അവിടേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അതൊക്കെ അവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എല്ലാവരും. ടോബി, ഇതിപ്പോൾ ഈ അപകടമുണ്ടായി ഇത്രയും മണിക്കൂറിന് ശേഷമാണ് ആ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാൾ കുടുങ്ങിയിട്ടുണ്ടെന്ന വിവരം അറിയുകയും പിന്നീട് അവരെ കണ്ടെത്താൻ തെരച്ചിൽ നടത്തുകയും ചെയ്തത്. അപ്പോൾ അതുതന്നെ ഏറെ കാലതാമസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലായിരുന്നു നേരത്തെ പ്രതിഷേധമെന്ന് തോന്നുന്നു അല്ലേ? JCB അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, തെരച്ചിൽ നടത്താൻ വൈകി, അതായിരുന്നു ആ സമയത്ത് അവിടെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഒക്കെ ഇടപെട്ട് നടത്തിയ പ്രതിഷേധം അല്ലേ?
തീർച്ചയായിട്ടും എന്തായാലും ആ ഒരു സമയത്ത് ഇവിടേക്ക് ഈ JCBയും അതുപോലെ തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങളും ഒന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല. അതാണ് ഒരു വലിയ ബുദ്ധിമുട്ടായത്. അത് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഈ ഒരു പ്രദേശത്തേക്ക് എങ്ങനെ ഈ വാഹനങ്ങൾ കയറ്റിക്കൊണ്ടുവരും? മറ്റു വഴികളൊന്നും തന്നെ ഇല്ല. 4 വശവും കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ്ങിനുള്ളിലൂടെയുള്ള ഒരു കോറിഡോർ വഴി കയറുന്ന ചെറിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ അകത്തേക്ക് കയറ്റിയാണ്. അപ്പോഴും ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ആ അകത്തേക്ക് ഗേറ്റ് കടന്നു വരാൻ സാധിച്ചില്ല. അത് പൊളിച്ചതിന് ശേഷമാണ് അകത്തേക്ക് 3 JCBകൾ വന്ന് പരിശോധന നടത്തിയത്. അപ്പോഴത്തേക്കും ഏകദേശം 2 മണിക്കൂറിലധികം സമയം പിന്നിട്ടിരുന്നു. അത്രയും നേരം ആ വ്യക്തിക്ക് ഉള്ളിൽ കുടുങ്ങിക്കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതാണ് ഒരു ആശങ്കയുണ്ടാക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഈ JCB വന്ന് മണ്ണ് മാറ്റി അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ മാറ്റി തുടങ്ങിയപ്പോൾ തന്നെ അവരെ കണ്ടെത്താൻ സാധിച്ചു. അതൊരു ആശ്വാസമാണ്. ഉടൻ തന്നെ അവരെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ലഭ്യമാകും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2 പേർക്ക് പരിക്കേറ്റു. അത് വലിയ കാര്യമായിട്ടുള്ള പരിക്കുകളുമല്ല, നിസ്സാര പരിക്കുകളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ള വിവരം തന്നെയാണ് ലഭിച്ചത്. അതൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരാൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള വിവരം ഏറ്റവും ഒടുവിലാണ് ലഭിച്ചത്. തലയോലപ്പറമ്പ് സ്വദേശിനി എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ അതിലൊരു വ്യക്തത നമുക്ക് നൽകാൻ സാധിക്കും. ഏതായാലും നിരവധി ആളുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് 5 ജില്ലകളിലെ ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്, അവിടേക്ക് അടുത്ത മാസം മാറുമെന്ന് പറയുമ്പോൾ പോലും അതിന് കാലതാമസം എന്തിനു വരുത്തി? എത്രയും വേഗം മാറ്റേണ്ടതല്ലായിരുന്നോ? യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടതല്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. പ്രത്യേകിച്ചും ശക്തമായിട്ടുള്ള മഴ കഴിഞ്ഞ 1 മാസമായി അതിശക്തമായിട്ടുള്ള മഴ കോട്ടയം ജില്ലയിൽ പെയ്യുന്നുണ്ട്. ആ മഴയെല്ലാം പെയ്ത് ഈ തകർന്ന് കാലപ്പഴക്കം കൊണ്ട് ഈ ദ്രവിച്ചിരിക്കുന്ന ബിൽഡിങ്ങിലേക്ക് മഴ വന്ന് വീണ് ഉണ്ടായ ഒരു അപകടമെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. മഴവെള്ളം വീണ് കുതിർന്ന് ആ പഴയ കാലപ്പഴക്കം ചെന്ന ആ ബിൽഡിംഗ് പൊളിഞ്ഞ് തകർന്ന് വീണു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിന് തൊട്ടപ്പുറത്തുള്ള, അതായത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ 13-14 വാർഡുകളുള്ള ആ വലിയ ആ ബിൽഡിങ്ങും കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ കോൺക്രീറ്റൊക്കെ അടന്ന് വീണിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ അല്പസമയം മുമ്പ് സംപ്രേഷണം ചെയ്തിരുന്നു. അത്രത്തോളം പഴക്കമുള്ള കെട്ടിടമാണ്. ഈ മെഡിക്കൽ കോളേജിൻ്റെ തുടക്കകാലം മുതലേ ഉള്ള ഒരു കെട്ടിടമാണ്. അത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അതിന് ജനലുകൾ തകർന്നിരിക്കുന്ന അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചിരിക്കുന്ന ജനലുകളുള്ള കോൺക്രീറ്റ് ഇടിഞ്ഞു വീണ ഒരു കെട്ടിടം. അവിടെയാണ് ചികിത്സ നടന്നിരുന്നത്. അത് എത്രയും വേഗം മാറ്റി ആളുകളെ മാറ്റേണ്ട അല്ലെങ്കിൽ അവിടെ നിന്നും ചികിത്സ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് സാധിച്ചില്ല. ഇങ്ങനെ ഒരു അപകടം നടക്കുന്നവരെ കാത്തിരിക്കേണ്ടി വന്നോ എന്നൊരു ചോദ്യം ബാക്കിയാകുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മന്ത്രിമാർ വീണ്ടും മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യനില സംബന്ധിച്ചുള്ള ഇതിനടിയിൽ നിന്നും ഈ അവശിഷ്ടങ്ങൾക്കടിയിൽ നിന്നും പുറത്തെടുത്ത വ്യക്തിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും.